ഹലോ ഹായ്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഫുട്ബോൾ കളി കാണുവാനായി ഗ്രൗണ്ടിൽ പോയി. കയ്യിൽ ഒരു കുപ്പി പെപ്സിയും ഒരു പാക്കറ്റ് പോപ്കോണും ഉണ്ടായിരുന്നു. ഒരു പ്രായമായ മനുഷ്യൻ അവിടെ ഇരുന്നിരുന്നു. അയാളുടെ അടുത്ത് ചെന്നിരുന്നിട്ട് ആ പയ്യൻ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള വയസ്സന്മാരെ കാണുമ്പോൾ എനിക്ക് സഹതാപമാണ്. നിങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ എങ്ങനെ ഇത്രയും കാലം ജീവിച്ചുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് വാസ്തവത്തിൽ ഒന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ തലമുറയെ നോക്ക്. ഞങ്ങൾ കമ്പ്യൂട്ടറുകളോടൊപ്പമാണ് വളർന്നത്. ഞങ്ങൾക്ക് നാനോ ടെക്നോളജി വശമാണ്. ഞങ്ങൾക്ക് ബഹിരാകാശ വാഹനങ്ങളുണ്ട്. ഇടിമിന്നലിൻ്റെ വേഗത്തിൽ ലോകത്തെവിടെയും മറ്റുള്ളവരുമായി ഞങ്ങൾക്ക് സമ്പർക്കത്തിൽ ഏർപ്പെടാൻ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് സാധ്യമാണ്. നിങ്ങൾ വാസ്തവത്തിൽ ഒരു പഴഞ്ചൻ ജീവിതമാണ് നയിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള അത്യാധുനിക ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ പഴഞ്ചന്മാരായത് വളർന്നു വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പോലുള്ള ഇത്തരം ടെക്നോളജി ഒന്നും നിങ്ങൾക്കില്ലാതിരുന്നത് കൊണ്ടാണ്. നോക്കൂ, ഈ മൊബൈൽ ഫോണൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ വളരെ വിലയുള്ള മൊബൈൽ ഫോണാണ്. പ്രായമായ മനുഷ്യൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് സാവധാനത്തിൽ പറഞ്ഞു, ശരിയാണ് മോനെ, ഞങ്ങൾ വളർന്നുകൊണ്ടിരുന്ന സമയത്ത് ഇതൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കിട്ടിയ സമയം ഉപയോഗിച്ച് ഇതെല്ലാം കണ്ടുപിടിച്ചു. അതുകൊണ്ട് നീ ഇന്ന് അത് ഉപയോഗിച്ച് അത് കണ്ടുപിടിച്ചു തന്ന ആ പഴയ തലമുറയെ പരിഹസിക്കുന്നു. എടാ വിഡ്ഢി, നീ എന്താണ് നിന്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്നത്? ഒന്നുമില്ലല്ലേ? അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ആ വ്യക്തികൾ അക്കാലത്ത് നിന്നെപ്പോൾ അലസരായി ഫോണിലും നോക്കി ഫാസ്റ്റ് ഫുഡും ആസ്വദിച്ച് ജീവിതം പാഴാക്കിയിരുന്നെങ്കിൽ ഇത്രയും മികച്ച ടെക്നോളജികൾ നിന്റെ തലമുറയ്ക്ക് ലഭിക്കില്ലായിരുന്നു. അതുകൊണ്ട് കുഞ്ഞെ, പ്രായമുള്ളവരെ പരിഹസിക്കും മുൻപ് അവർ നിന്റെ പ്രായത്തിൽ നിന്നേക്കാൾ അധ്വാനിച്ചവരാണെന്നുള്ള വാസ്തവം നീ ഓർക്കണം. അതിൻ്റെ ഭാഗമായുള്ള സൗഭാഗ്യമാണ് നീ ഇന്ന് അനുഭവിക്കുന്നത്. പുതിയ തലമുറയിൽ പലരും കഥയറിയാതെ ആട്ടം കാണുന്നവരെ പോലെയാണ്. പ്രായമുള്ളവർ അവരുടെ മുമ്പിൽ വെറും പഴഞ്ചന്മാർ. ഇന്ന് പ്രായമുള്ളവരെ നീ ബഹുമാനിച്ചാൽ നാളെ നീയും പ്രായമാകുമ്പോൾ ആ ബഹുമാനം നിന്റെ തലമുറ നിനക്ക് മടക്കിത്തരും. പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക. അവരുടെ സന്തോഷം നിന്റെ തലയിൽ അനുഗ്രഹമായി തീരും. ഹാവ് എ നൈസ് ഡേ.